ഹായ് ദെയർ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എസ്പെഷ്യലി വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് രാവിലെ തന്നെ എഴുന്നേക്കാൻ തീരുമാനിച്ചു. 7:30 ആയപ്പോൾ എഴുന്നേറ്റു. വർക്കിന് 10 ആകുമ്പോൾ പോയാൽ മതി, അതുകൊണ്ട് യൂഷ്വലി ഒരു 8:30 കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. പക്ഷേ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. വീട്ടിലായിരുന്നപ്പോഴത്തെ പോലെ ചുമ്മാ കൈ നീട്ടുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വരത്തില്ലാത്തതുകൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ബ്ലെൻഡർ എടുത്തപ്പോഴാണ് മൈ ബ്ലെൻഡർ ഇസ് നോട്ട് വർക്കിംഗ്. സോ ഐ ട്രൈ ടു ഫിക്സ് ഇറ്റ്, പക്ഷെ അത് വർക്കായില്ല. ബ്ലെൻഡർ വർക്ക് ആവുന്നതുകൊണ്ട് എൻ്റെ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ഒന്നും നടന്നില്ല. അതുകൊണ്ട് പഴം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ബ്ലെൻഡർ പോയി ശരിയാക്കിയിട്ട് we'll find out a way to make smoothie. It's time to get ready. അധികം ലേറ്റ് ആവാണ്ട് തന്നെ നമുക്ക് റെഡി ആവാം, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ലേറ്റ് ആയിട്ട് പോകും. പക്ഷെ ഇന്നും ചുമ്മാ പുറത്തിറങ്ങി നിന്നാലും ആക്ച്വലി കുറച്ചധികം സമയമുണ്ട്. അത് ഞാനിങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. പക്ഷെ പോയി റെഡി ആവാം. I'm almost ready. I'm almost ready, പക്ഷെ I'm very confused about what to wear. അതുകൊണ്ട് ഞാനിങ്ങനെ അത് ട്രൈ ചെയ്യും, ഇത് ട്രൈ ചെയ്യും, പിന്നെ ഇത് ട്രൈ ചെയ്യും, പിന്നെ അത് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമുള്ളതുകൊണ്ട് ഐ എം തിങ്കിങ് why not try. പക്ഷെ എനിക്കൊരു ഡെസിഷൻ എത്താൻ പറ്റുന്നില്ല. മേ ബി സൂൺ. സമയം കുറെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചു നേരം എൻ്റെ മുടിയൊക്കെ അഡ്മയർ ചെയ്ത് ഇങ്ങനെ നിന്നു. Finally I decided on an outfit. And I'm late. I'm not that late, but I think 10 minutes മതിയാണ് വെച്ചത്. Today at work it's supposed to be me managing everything, me taking decisions and all of that. It's going to be so funny. And it's 9:15 and wake up. Scooter ഒക്കെ എടുത്ത് പോകണം. ആരുമില്ല വിടുന്നു. എല്ലാവരും അവിടെ പോയി. I have no clue. Anyways, നമുക്കിനി വർക്കിന് പോകാം. ഐ ഹോപ്പ് ലേറ്റ് ആവില്ല, ബിക്കോസ് ഇന്ന് ഞാൻ ലേറ്റ് ആയാലും ദിസ് ഇസ് മൈ ന്യൂ സ്കൂട്ടി പെപ്പ്. നോ, ദിസ് ഇസ് ജൂപ്പിറ്റർ. പോകാം. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്. ഐ ഹാവ് ടു ഗോ എനിവേസ്. ബട്ട് യാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തന്നെ കാണോ? പൊങ്ങി പോരത്തൊന്നുമില്ലല്ലോ. ടുവേർഡ്സ് ദി എൻഡ് ദർശനെ കാണാൻ വേണ്ടി പ്രണവ് മോഹൻലാല് കല്യാണി പ്രിയദർശനോട് പറഞ്ഞിട്ടാണോ പോകുന്നത്, പറയാതെയാണോ പോകുന്നത്? പറഞ്ഞിട്ടാണ് പോകുന്നതാണ് ഞാൻ പറയുന്നത്. ഞാനെന്ത് നറേഷൻ പറയുന്ന പറയുന്നത്? ശിവ പറയാതെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ ഒരു ഐഡിയയിൽ എന്തോ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തോ മനസ്സിലായ പോലെയുള്ളൊരു ഇതാണ് എന്റെ ഓർമ്മ. അങ്ങനെയല്ല, പോണതിന് മുമ്പ് ഏറ്റവും അവസാനം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങള് ഒരു ബെറ്റ് വെക്കാൻ തീരുമാനിച്ചു. അൽത്താസ ജംബോ ഷവർമ ഒരെണ്ണം കൈ വെച്ചു. ഇനിയിപ്പോ നമുക്ക് നോക്കാം. നോക്ക്, തന്റെ ലാപ്ടോപ്പിൽ കാണുമല്ലോ. നോക്കാൻ പോവാ. ഐഷയുടെ അടുത്ത് പോയിട്ട് വരാം. നമുക്ക് ഐഷ കാണാം. യൂട്യൂബാണ് ഐഷ സിക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി ഒരു സൈഡിൽ എങ്ങനെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഒതുങ്ങി ഇങ്ങനെ ഒരു സൈഡിൽ ഇരിപ്പാണ് പരിപാടി. കണ്ടുപിടിച്ചോ? അവിടെ ഇരിക്കും. ഓ മൈ ഗോഡ്. ഇനി പറഞ്ഞ കേട്ടോ. ദർശനം വിളിച്ചിരുന്നു. ഞാൻ പോയിട്ട് തോറ്റു ഗൈസ്. 270 രൂപ വെറുതെ പോയി. പുള്ളി പിന്നെ രണ്ടാമത് കയറി. അകത്ത് കയറിയിട്ട് പുള്ളി പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ദർശനെ കണ്ടേ. എന്റെ 270 rupees is gone. എല്ലാരും നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കും, നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് കോഫി കുടിച്ചോണ്ടിരിക്കുവാണോ? അല്ല, കണ്ടോ, ദിസ് ഇസ് ലൈവ് പ്രൂഫ് ഓഫ് വി ഓൺലി ഡ്രിങ്ക് വാട്ടർ ഫ്രം ഹിയർ. പിന്നെ എന്തെങ്കിലും ഒരു സാധനം വേണം. ഇവിടെ ഇരിക്കാനൊരു റീസൺ വേണം. അതുകൊണ്ട് നമ്മുടെ ഡീല് മാറ്റിയ കാര്യം പറയട്ടെ. നമ്മള് ജംബോ ആണ് തീരുമാനിച്ചത്, പക്ഷെ ലഞ്ച് ആക്കിയാൽ മതി. അപ്പൊ അത് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഓ അത്ര നല്ലൊരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി പരിഭ്രമമാണത്. So we're going to have lunch.
എന്നുള്ള പോലെ കാണത്. ഏഞ്ചൽ എന്റെ യൂട്യൂബ് വീഡിയോയിൽ അപ്പിയർ ചെയ്യൂ. മധുരം വേണ്ട. ഹായ് പറഞ്ഞു. അതെ, ഏഞ്ചൽ എക്സിസ്റ്റഡ് എന്ന് അറിയാനുള്ള ഒരു ഇതാണ്. ശരിക്കും വേറൊരു പേരുണ്ട്. ഐശ്വര്യ പേരെന്താ? കിരൺ. ഞാൻ എന്റെ പേര് പറയാം. കിരൺ ഒരു പേരുണ്ട്. കിരണിന്റെ പേര് പറയാം. ഞാൻ രണ്ടെണ്ണം പറയും. കിരണ് ഒരു നിക്നെയിം ഉണ്ട്. കിരണിന്റെ നിക്നെയിം ആണ് പറയുന്നില്ല. ഐശ്വര്യയാണ് കിരൺ പറയും. ഇത് ഞങ്ങളുടെ ബ്രേക്ക് ടൈം ആണ്. അല്ലാതെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഭാഗം ഒന്നും എടുക്കുന്നില്ല വീഡിയോ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗം എന്തെങ്കിലും വീഡിയോയിൽ എടുക്കണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും പ്രോബബ്ലി ഒരു സ്പൂൺ തരുമോ? ഇതെന്റെ കൈയുടെ പാട്ടാണ് കണ്ടുവരുന്നത്. ഞാനല്ലേ ഇപ്പൊ. ഒരു സ്പൂൺ തരുമോ? ആൾക്കാര് ചോദിക്കും ഞാൻ എന്ത് റൂഡാണ് ഏഞ്ചലിന്റെ അടുത്ത്. ഏഞ്ചൽ നമ്മുടെ കൊച്ചായത് കൊണ്ടല്ലേ. To start our work after lunch break. Right now we are all working. I'm also working work things and waiting for them to get done so that we can discuss. That's how we usually do. Number of time we allocate our works and then we discuss about it. I don't know part of it. So that time efficient ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോട്ട് ലൈക്ക് ഒരു ടോപ്പിക് എടുത്ത് 3 പേര് ഒരുമിച്ചിരുന്നത് ലഭിക്കാൻ അലോക്കേറ്റഡ് and then we work on it. So in 2 minutes they'll get done and then we discuss about what we were doing. Guys, ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു. Yes. And we're going for we are going for a movie. She is not coming. So she has. And she's sick. Are we supposed to say that? Because she is sick. We are going for a movie. Dominic and the ladies purse. Dominic and the ladies purse. പടം കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയാം. Okay, bye. Day in my life. Yes. I think it's happening. I think it's happening. You want to know what's happening? You want to know what's happening? ഇപ്പൊ പറയാൻ പറ്റില്ല. We'll say we have to wait for it because it's a big thing. Thank God. Okay, ശരി ഏട്ടാ. ഇങ്ങോട്ട് പറഞ്ഞു. ഓപ്പറേഷൻ നല്ല സന്തോഷത്തിന്റെ സിനിമ ആണ്. നമ്മുടെ മനസ്സിൽ വിചാരിച്ചില്ലേ? ഇങ്ങോട്ട് പറഞ്ഞു. Everything is planned. Nice. Yes. Yes. തുടങ്ങിയോ? ഇല്ല. ശ്വാസകോശി 10-11 കാരണം ഉദയാഘാത പെട്രോൾ വേണമെങ്കിലും ഓക്കെയാണ്. പാട്ടിന്റെ ഭാഗമൊക്കെ എനിക്ക് പാട്ടൊന്നും മൈക്ക് വേണമായിരുന്നു. ഞങ്ങൾ ഇതിന്റെ റിവ്യൂ പറയുന്നില്ല, കാരണം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് സ്പോയിലർ ആയി പോകും. അവസാനം ഒന്ന് ഞെട്ടി. ദാറ്റ് ഇസ് ട്രൂ. ഒന്നും കേൾക്കത്തില്ലായിരിക്കും. ഞെട്ടി. I just came back home. തലവേദനയുണ്ട്, മൈഗ്രെയിൻ ആണോ അറിയത്തില്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. I'll just have some food and then go sleep. Few good things happened today. അതെന്താണെന്നുള്ളതൊക്കെ I will let you know. And I'll let you know. These smudges on the camera always affect me so much. Anyways,
അപ്പം ദാറ്റ് ഇസ് ഇറ്റ്. ദാറ്റ് വാസ് ജസ്റ്റ് എ ഡേ ഇൻ മൈ ലൈഫ്. കുറെ നാള് ആയി എടുത്തിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം ഹോപ്പിംഗ് ടു പോസ്റ്റ് മോർ വീഡിയോസ് sooner or later. I don't know. I want to create. Let's create. Energy ഒക്കെ തീർന്നു guys. Energy ഒക്കെ തീർന്നു. So yeah, that's the end of the day. Bye.